ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. സ്കൂൾ വെക്കേഷൻ എല്ലാം കഴിയാറായി, എങ്കിലും ഒരു വൺ ഡേ ട്രിപ്പൊക്കെ ആവാല്ലേ? എന്നാൽ അത് ആതിരപ്പള്ളി വാഴച്ചാലായാലോ? നമ്മളിപ്പം പാലക്കാട് ജില്ലയിലാണ്. ഇവിടെ അടുത്തുള്ളവർക്കെല്ലാം ഇത് നല്ലൊരു വൺ ഡേ ട്രിപ്പിനുള്ള സ്പോട്ട് തന്നെയാണ്. ആദ്യം നമുക്ക് വാഴച്ചാൽ വാട്ടർഫാൾസിന്റെ വീഡിയോ കാണാം. പാർക്കുകളിലെ പോലെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദവും പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളും ഇതെല്ലാം കണ്ട് ഇവിടെ എത്ര നേരം വേണമെങ്കിലും സമയം ചിലവഴിക്കാം. സമയം പോകുന്നതേ അറിയില്ല. മനസ്സ് വല്ലാതങ്ങ് റിലാക്സ് ആവും. കേരളത്തിന്റെ നയാഗ്ര എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനടുത്ത് പ്രകൃതിയുടെ വന്യസൗന്ദര്യം തുളുമ്പുന്ന മറ്റൊരു മനോഹരമായ ഇടം, അതാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പുഴയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന വാഴച്ചാൽ നിബിഡ വനത്താൽ ചുറ്റപ്പെട്ടതാണ്. ആതിരപ്പള്ളിയുടെ അത്ര വലിയ ഉയരമില്ലെങ്കിലും ഇവിടെ വെള്ളം പരന്നൊഴുകുന്നത് അതീവ മനോഹരമായ ഒരു കാഴ്ചയാണ്. കുറച്ചു മുൻപ് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ചില സ്ഥലങ്ങളിൽ വെള്ളത്തിലിറങ്ങാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഫെൻസിങ്ങും കല്ലുപാകിയ നടപ്പാതയുമെല്ലാം നിർമ്മിച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഇതിലെ നേരെ പോയാൽ റോഡ് എത്തുമെങ്കിലും ഞങ്ങൾ പോയ വഴിയെ തിരിച്ചു വന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി കാടിന്റെ സംഗീതവും വെള്ളച്ചാട്ടത്തിന്റെ ഇരുമ്പലും കേട്ട് സമയം ചിലവഴിക്കാൻ പറ്റിയൊരിടം. അതിരപ്പള്ളി വാഴച്ചാൽ യാത്ര എന്നും സഞ്ചാരികൾക്ക് ഒരു നവ്യാനുഭൂതിയാണ്. അപ്പൊ എങ്ങനെയാ, പ്രകൃതിയെ അടുത്തറിയാൻ വാഴച്ചാലിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യല്ലേ? എന്തു മനോഹരമായ റോഡാ അല്ലേ? ഇനി അടുത്തത് അതിരപ്പള്ളിയിലേക്കാണ്. ഇതിപ്പോ ആതിരപ്പള്ളി എന്നാണോ പറയേണ്ടത്, അതിരപ്പള്ളി എന്നാണോ പറയേണ്ടത്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ. ഈ കല്ലുപാകിയ നടപ്പാതയുടെ സൈഡില് മുള കൊണ്ടുണ്ടാക്കിയ വേലി പോലുണ്ട്, പക്ഷെ ഇത് മുളയല്ലെന്ന് തോന്നുന്നു. അതുവഴി കയറി നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലാണ് എത്തിയിരിക്കുന്നത്. എത്ര വെള്ളം കയറിയാലും ഒന്നും സംഭവിക്കാത്തൊരു ഷെഡാണ് അത്. ഫോറസ്റ്റുകാരുടെ ആണെന്ന് തോന്നുന്നു. വെള്ളം കയറിയാൽ അതിന്റെ രണ്ട് സൈഡിലൂടെ പോകുമെന്നല്ലാതെ അതിനൊരിളക്കവും തട്ടാറില്ല. ഇവിടെ പിടിച്ചിറങ്ങാനുള്ള സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങി കുളിക്കുന്ന സ്ത്രീകൾക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. കുറച്ചു സമയം അവിടെ ചിലവഴിച്ച ശേഷം വെള്ളച്ചാട്ടം ഒന്നുകൂടി അടുത്ത് കാണാനായി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. വനസംരക്ഷണ സമിതിയിലെ ചേച്ചിമാർ ഇവിടെ എല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. കേരളത്തിന്റെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ കിഴക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. വെള്ളം വീഴുന്നതിന്റെ ശബ്ദമെല്ലാം നല്ലപോലെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 80 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണിത്. മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഹിന്ദി അങ്ങനെ പല ഭാഷകളിലുള്ള സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, റെസ്ട്രിക്റ്റഡ് ഏരിയസിലേക്കൊന്നും നമ്മൾ പോവരുത്. പാറകൾക്ക് നല്ല വഴുക്കലുണ്ടാവും, നല്ല ആഴവും കാണും. കയറൊക്കെ കെട്ടി വേണ്ട വിധം അവരത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈഫല്ലേ, അത് നമ്മൾ തന്നെ സൂക്ഷിക്കണം. വെള്ളം ശക്തമായി താഴേക്ക് പതിക്കുന്ന ശബ്ദവും ചുറ്റുമുള്ള തണുത്ത കാറ്റും മനസ്സിന് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. മഴക്കാലത്ത് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ഇരട്ടിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ വർഷം മുഴുവനും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇറങ്ങുന്നത് പോലെയല്ല, കയറ്റം ഇത്തിരി കഠിനം തന്നെയാണ്. നമ്മൾ അവിടെ നിന്നും വെള്ളമോ മറ്റോ വാങ്ങുമ്പോൾ 10 രൂപ എക്സ്ട്രാ എടുത്ത് അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചു തരും. വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വരുമ്പോൾ കുപ്പി ഇവിടെ നൽകിയാൽ കാശ് തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കാണാറില്ല. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റ് എല്ലാം ചെയ്യണേ. ഇത് റോഡ് സൈഡിലെ ഒരു വ്യൂ പോയിന്റിൽ നിന്നും എടുത്ത വീഡിയോ ആണ്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.